الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് ജീവിതത്തിൽ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തിയും എടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടും സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. സൂക്ഷിക്കുന്ന മനുഷ്യരായി ജീവിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 ആളുകളുടെ മുമ്പിൽ കയറി നിൽക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ടായിരുന്ന കാര്യമായിരുന്നു, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, എൻ്റെ അള്ളാഹുവിൻ്റെ അടിമകളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന്. ഇതോടൊപ്പം അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ആവശ്യമായ പല സന്ദർഭങ്ങളും ഇടവേളകളും അള്ളാഹു തആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. കൂടുതൽ സൂക്ഷ്മതയിലേക്ക് വരാനും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനും തിരിച്ചു വരാനുമുള്ള തഖ്വയുടെ മാസമായി അള്ളാഹു നിർണയിച്ചതാണ് പരിശുദ്ധ റമദാൻ. ഈ റമദാനിൽ പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പോലെ, റമദാൻ വന്നിട്ട് ഒരാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ട് ശുദ്ധനായി മാറിയിട്ടില്ലെങ്കിൽ പിന്നെ എന്നാണ് അവൻ ശുദ്ധനായി മാറാൻ പോകുന്നത്? അതുകൊണ്ട് റമദാൻ പിന്നിട്ടിട്ടും സൂക്ഷ്മത കൈവരിക്കാത്തവര് നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറയുകയും ചെയ്തതായി അവിടുത്തെ ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമദാൻ നമ്മുടെ ജീവിതത്തിലെ ഒരു തിരുത്തലിന്റെയും തിരിച്ചുപോക്കിന്റെയും മാസമായി മാറണം. ഇതുപോലെയുള്ള ഇബാദത്തുകൾ, റമദാൻ, നോമ്പ് പോലെയുള്ള ഇബാദത്ത്, നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ഇങ്ങനെയുള്ള ഇബാദത്തുകളൊക്കെ അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹമാണ് നൽകിയിട്ടുള്ളത്. അതൊരു ഭാരമല്ല. ഇബാദത്ത് ചെയ്യുക എന്നത് ഒരു ഭാരമായി നമ്മൾ കാണരുത്. ചിലതൊക്കെ കുറച്ച് ഭാരമുണ്ടായിരിക്കാം. നമസ്കാരം ഇബാദത്തുകളിലെ ഏറ്റവും ഉയർന്ന, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തിലെ ഏറ്റവും വലിയതാണ് നമസ്കാരം. പക്ഷെ അത് ഏറ്റവും ലളിതമാണ്.
എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭാരമുള്ളതാണ്. ആ ഭാരം നമ്മൾ സഹിക്കുക തന്നെ വേണം. ഇതിനേക്കാളും വലിയ ഭാരം, കുടുംബഭാരം നമ്മൾ സഹിക്കാറുണ്ടല്ലോ. വേദനകളും പ്രയാസങ്ങളും രോഗത്തിന്റെ ഭാരങ്ങളും നമ്മൾ സഹിക്കാറുണ്ടല്ലോ. എന്നാ പഠിച്ചവന് വേണ്ടി നമ്മൾ ഈ ഭാരം സഹിക്കണം. ഓരോ ഇബാദത്തുകളും നിഅമത്താണ്, അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ്, വലിയൊരു അനുഗ്രഹമാണ്. നമുക്കൊരുപാട് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടിയതുപോലെയാണ് ഇബാദത്തുകൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അനുഗ്രഹമാകുന്നത്? എന്തുകൊണ്ടാണ് ഇബാദത്ത് അനുഗ്രഹമാകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ പറ്റി പറഞ്ഞത് മൻ സ്വാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ്. റമളാൻ ഒരാൾ റമളാൻ നോമ്പ് മുഴുവനായി നിർവഹിച്ചു, വിശ്വാസത്തോടു കൂടി തന്നെയാണ്, ആരും കമ്പല് ചെയ്തിട്ട് നിർബന്ധിച്ചിട്ടല്ല, അള്ളാഹുവിങ്കിൽ നിന്ന് കൂലി കിട്ടണം എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മളൊക്കെ നോമ്പ് നോറ്റത്. ആ ഒരു പ്രതീക്ഷയോടുകൂടി, ഇഹ്തിസാബോടുകൂടി, അള്ളാഹുവിന്റെ അടുക്കൽ കണക്ക് കൃത്യമായി കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി, വിശ്വാസത്തോടുകൂടി ഒരാൾ റമളാൻ നോമ്പ് നിർവഹിച്ചാൽ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അവന് പൊറുക്കപ്പെടുന്നതാണ്. ഇതിനേക്കാളും വലിയൊരു നിഅമത്ത് നമുക്ക് എന്ത് കിട്ടാനാണ്? നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും അള്ളാഹു, നമ്മൾ അറിഞ്ഞും അറിയാതെയും അള്ളാഹു കണ്ടുകൊണ്ട് രഹസ്യമായും പരസ്യമായും ചെയ്യുന്ന എല്ലാ തിന്മകളും അള്ളാഹു തആല മായ്ച്ചു കളയും. ഒരു നോമ്പ് നോറ്റാൽ, റമളാനിലെ നോമ്പ് നോറ്റാൽ എന്നുണ്ടെങ്കിൽ എത്ര വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് ഈ നോമ്പിൽ കൂടി നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാനിലെ പ്രത്യേകമായ നമസ്കാരം നിർവഹിച്ച് ഈമാനോടുകൂടി, വിശ്വാസത്തോടുകൂടി, അതുപോലെ കൂലി കിട്ടണം എന്ന ആഗ്രഹത്തോടുകൂടി റമളാനിൽ നിന്നുകൊണ്ട് ആരെങ്കിലും, അല്ലെങ്കിൽ ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ, റമളാനിലെ ഖിയാമു റമളാൻ അത് എത്ര ദീർഘമാവട്ടെ, എത്ര ചുരുങ്ങിയതാവട്ടെ, ആരെങ്കിലും നിർവഹിക്കുകയാണെങ്കിൽ അവനും ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കിട്ടും. സഹോദരങ്ങളെ, ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ ഭാഗ്യം, അള്ളാഹുവിന്റെ നിന്ന് പാപമോചനം കിട്ടുക എന്നതാണ്. അതുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് കാലമാകുമ്പോൾ വിളിച്ചു പറയുന്നു, അതാക്കും ഷഹ്റു റമളാൻ, ഇതാ റമളാൻ മാസം വന്നിരിക്കുന്നു, ആരും അശ്രദ്ധരാവാതിരിക്കുക. ഷഹ്റു മുബാറക്കുൻ, അനുഗ്രഹീതമായ ഒരു മാസമാണ്, നിങ്ങൾക്കത് ഫറദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു, അന്ന് ആ റമളാൻ നോമ്പ് നോൽക്കണമെന്ന് അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കി തന്നിരിക്കുന്നു. തുഫ്തഹു ലഹു ഫീഹി അബ്വാബുസ് സമാ, ആകാശത്തിലുള്ള അനുഗ്രഹങ്ങളുടെ കവാടങ്ങളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കുന്നു. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ കവാടങ്ങളെല്ലാം അള്ളാഹു നിങ്ങളുടെ മുമ്പിൽ കൊട്ടിയടച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിലേക്ക് പോകാനും പാപമോചനം നേടിക്കൊണ്ട് നന്മയുടെ ഉയരങ്ങളിലേക്ക് പോകാനും തിന്മകളിൽ നിന്ന് മാറി നിന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഈ മാസം അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മൾ അറിഞ്ഞില്ലെങ്കിലും ആഗ്രഹിച്ചില്ലെങ്കിലും നമ്മളെ തിന്മയിലേക്ക് പിടിച്ചു വലിക്കുന്ന പിശാചിന്റെ ദുർമന്ത്രണങ്ങളിൽ നിന്ന് പിശാചുക്കളുടെ അക്രമികളായ പിശാചുക്കളെ അല്ലാഹു തആല ചങ്ങലക്കിട്ട് ബന്ധിക്കുന്ന ദിവസമാണിന്ന് എന്ന് പറഞ്ഞാൽ, പൈശാചികമായ പല വിചാരങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും പല പ്രവർത്തനങ്ങളിൽ നിന്നും മനുഷ്യർക്ക് മാറി നിൽക്കാൻ പ്രചോദനം നൽകുന്ന ഒരു മാസമാണ് ഒക്കെ നമുക്കറിയാം. സാധാരണ റമളാനായാൽ സാധാരണ ചെയ്യുന്ന വേണ്ടാത്തരങ്ങളിലേക്ക് ആരും പോകാറില്ല. സാധാരണത്തെക്കാൾ അധികം നിസ്കാരത്തിലും നോമ്പിലും ദാനധർമ്മങ്ങളിലും മനുഷ്യന് ശ്രദ്ധിക്കാറുണ്ട്. അതെന്താണ്? പിശാചുക്കൾ അല്ലാഹു തആല ചങ്ങലക്കിട്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു തആല നിങ്ങൾക്ക് മോചനം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങളെ, ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസം ജീവിച്ചുകൊണ്ട് ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്താലും കിട്ടാത്ത ഒരൊറ്റ രാത്രി
സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കേണ്ട ഒരു രാത്രിയുണ്ട്, ലൈലത്തുൽ ഖദർ. അത് ഹുരിമ മൻ ഹുരിമ ഖൈറുഹാ ഹുരിമ. ഒരാൾക്ക് ആ ഒരു വലിയ രാത്രിയുടെയും ആ ഒരു മാസത്തിന്റെയും പുണ്യം ആർക്കെങ്കിലും നഷ്ടപ്പെട്ടാൽ അവന്റെ ജീവിതം തന്നെ അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ജീവിതം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു 10ലേക്ക് കടക്കുന്നേ ഉള്ളൂ, അവസാനത്തെ 10 അവസാനിക്കുന്നേ ഉള്ളൂ. നമ്മൾ പരിശുദ്ധ റമദാനിലേക്ക് വരിക. നമ്മൾ വറമദാനു ഇലാ റമദാന മുകഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദജ്തുനിബത്തിൽ കബായിർ. കഴിഞ്ഞ വർഷം നോമ്പ് നോറ്റവരാണ് നമ്മളെങ്കിൽ, ഈ വർഷവും നോമ്പ് നോൽക്കുന്നവരാണ് നമ്മളെങ്കിൽ, വൻ കുറ്റങ്ങൾ ചെയ്യാത്ത കാലത്തോളം, പലിശ വാങ്ങിയിട്ടില്ല എങ്കിൽ, പതിവ്രതകളായ സ്ത്രീകളെ പറ്റി ദുരാരോപണം നമ്മൾ നടത്തിയിട്ടില്ല എങ്കിൽ, ആളുകളെ കൊന്നിട്ടില്ല എങ്കിൽ, ശിർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ, നമ്മൾ വലിയ വൻ കുറ്റങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, തീർച്ചയായും കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ 11 മാസക്കാലത്തെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിന്മകൾ അല്ലാഹു തആല മായ്ച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ ഈ റമദാനും കൂടി നോറ്റാൽ അങ്ങനെ ജീവിതം അവസാനം വരെ റമദാൻ നോറ്റുകൊണ്ടിരിക്കുന്ന ഒരാളിൽ പാപങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സഹോദരങ്ങളെ അല്ലാഹു തആല ഈ റമദാനിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ നമ്മൾ എന്ത് വേണം? ഒന്നാമതായി നമ്മൾ നോമ്പ് നോൽക്കണം. എന്തെങ്കിലും ഉദറുകൾ പറഞ്ഞ്, എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർത്ത് നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ അതൊരു വലിയ നഷ്ടമായിരിക്കും. കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ പോലും നമ്മൾ നോമ്പ് നോൽക്കണം. എന്നാലോ തീരെയും നോമ്പ് നോൽക്കാൻ കഴിയാത്ത രോഗികളാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നോറ്റാൽ മതി, റമദാൻ കഴിഞ്ഞിട്ടും അത് നോറ്റ് വീട്ടിയാൽ മതി. അതല്ല, നോറ്റ് വീട്ടാൻ പോലും പറ്റാത്ത നിത്യരോഗികള്, വയോവൃദ്ധന്മാര്, അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് മുലപ്പാല് കൊടുക്കുന്ന 2 വർഷം മുലപ്പാല് കൊടുക്കേണ്ടി വരുമല്ലോ, ഗർഭത്തിലിരിക്കുന്ന സ്ത്രീകൾ, അവർക്കൊക്കെ വർഷങ്ങളോളം അതുമായി ബന്ധപ്പെട്ട ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുമെങ്കിൽ നിങ്ങൾ കഫാറത്ത് കൊടുത്താൽ മതി, ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുത്താൽ മതി. അങ്ങനെയെങ്കിലും നോമ്പ് നിങ്ങൾ പരിഹരിക്കണം, നോൽക്കാതെ പോകരുത്. നമ്മുടെ വീട്ടിൽ ഭക്ഷണമുണ്ട്, നമ്മുടെ വീട്ടിൽ പാനീയമുണ്ട്, നമുക്ക് കുടിക്കാനും തിന്നാനും സൗകര്യമുണ്ട്. എന്നാൽ ഞാൻ എന്തിനെത്ര കഷ്ടപ്പെടണം എന്ന ചിന്ത ഉണ്ടാവരുത് സഹോദരന്മാരെ. അതൊക്കെ പടച്ചോൻ തന്നതാണ്. ആ വെള്ളം ഇറക്കാനുള്ള തൊണ്ട, അതിന്റെ ആരോഗ്യം അള്ള തന്നതാണ്. വായും കയ്യും കാലും കണ്ണും മൂക്കും അള്ള തന്നതാണ്. നമ്മളെ വീടും സൗകര്യങ്ങളും അള്ള തന്നതാണ്. അള്ളാഹുവിനെ മറന്ന് നമ്മൾ നോമ്പ് നോൽക്കാതിരുന്നാൽ അത് ജീവിതത്തിൽ ഹരിമക്കുല്ലുഹു, അവന്റെ എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടും. അതുകൊണ്ട് റമദാനിൽ നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന്, നമ്മൾ നോമ്പ് നോൽക്കുക തന്നെ വേണം. നമുക്ക് മരിച്ചാൽ പോലും നോമ്പ് കടം വീടുകയില്ല നോമ്പിന്റെ. അതാണ് മരിച്ചാൽ പോലും. എൻ്റെ ഉപ്പാക്ക്, എൻ്റെ ഉമ്മാക്ക് നോമ്പ് നോൽക്കാൻ കഴിവുണ്ടായിരുന്നു. പക്ഷെ ഉമ്മ നോമ്പ് നോറ്റിട്ടില്ല. ഉമ്മാന്റെ പരലോകം രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ സും അൻഹ, അവൾക്ക് വേണ്ടി നീ നോമ്പ് നോൽക്ക്, കടം വീട്ട് എന്നാണ്. എത്ര വരെ നബി പറഞ്ഞു എന്നറിയാമോ? ഉമ്മ കടക്കാരിയായിക്കൊണ്ടാണ്, ഉമ്മയാണെന്നും ഉപ്പയാണെന്നും സഹോദരിയാണെന്നും ഒക്കെ ഹദീസുകൾ കാണാം. 3 സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ബാപ്പാക്ക് നോമ്പുണ്ടായിരുന്നു, നോമ്പ് ബാപ്പ നോറ്റിയില്ല, കഴിവുണ്ടായിരുന്നു, നോറ്റിട്ടില്ല. എന്ത് ചെയ്യണം? ബാപ്പാനോട് എനിക്ക് സ്നേഹമുണ്ട്, ബാപ്പാന്റെ ആഹാരം രക്ഷപ്പെടണം. ഉമ്മാക്കുണ്ടായിരുന്നു, സഹോദരിക്കുണ്ടായിരുന്നു, എന്ത് രക്ഷപ്പെടണം എന്ന് പറഞ്ഞപ്പോ നബി പറഞ്ഞു, അവർക്ക് കടങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടൂലേ? വീട്ടും. ശരി, എങ്കിൽ നോമ്പ് നോറ്റ് വീട്ടണം. അവന്റെ ബന്ധുക്കൾ, അവന്റെ കൈകാര്യകർത്താക്കൾ നോമ്പ് നോൽക്കണം. മരിച്ചാൽ പോലും വീടാത്ത കടമാണ് നോമ്പ്. അതുകൊണ്ട് നമ്മൾ ഒന്നാമതായി നോമ്പ് നോൽക്കണം. എന്തുകൊണ്ടെന്നാൽ മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹി ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ. അല്ലാഹു നമുക്ക് നൽകുന്ന ഒരു ഓഫറാണ്. നിങ്ങൾ ഒരു ദിവസം അള്ളാഹ്ക്ക് വേണ്ടി നോമ്പ് നോൽക്കൂ, 70 കൊല്ലത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അള്ളാഹു നിങ്ങളെ അകറ്റും. ഒരു ദിവസം നോമ്പ് നോൽക്കും, 70 കൊല്ലത്തെ ദൂരം നരകത്തിൽ നിന്ന് നിങ്ങൾ അകറ്റും, നിങ്ങളെ പാപം പുറത്തു തരുമെന്ന്. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ഈ നോമ്പ് കാലത്തെ നോമ്പ് നോറ്റുകൊണ്ട് ധന്യമാക്കുക എന്നത് തന്നെയാണ്. രണ്ടാമതായി ജീവിതത്തിൽ തിരുത്തൽ, ഒന്ന് കീഴ്പ്പെടലാണ്.
റമദാനിൽ കീഴ്പ്പെടണം, നോമ്പ് നോൽക്കണം. മറ്റൊന്ന്, റമദാനിൽ തിരുത്തേണ്ട രാവുകളാണ്. തിരുത്തണം, ജീവിതത്തെ നമ്മൾ തിരുത്തണം. കഴിഞ്ഞു പോയ പാപങ്ങൾ തിരുത്തൽ എങ്ങനെയാണ്? പശ്ചാത്തപിച്ചുകൊണ്ടാണ്. ഇനിയുള്ള ജീവിതത്തിൽ തിരുത്തൽ എങ്ങനെയാണ്? അങ്ങോട്ട് പോകാതിരിക്കലാണ്, തിന്മയിലേക്ക് പോകാതിരിക്കലാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ തിരുത്തണം, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങണം. ഷഹ്റു തൗബ, പശ്ചാത്തപിച്ച് മടങ്ങേണ്ട മാസമാണ്. ഖുൽ മാ യഅ്ബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുന്നില്ലെങ്കിൽ, പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ പരിഗണിക്കുകയേയില്ല. പരലോകത്ത് എവിടെങ്കിലും പോയി തൊലയട്ടെ, നശിച്ചോട്ടെ എന്നല്ലാതെ എന്റെ റഹ്മത്ത് കൊണ്ട് പരിഗണിക്കുകയില്ല എന്നാണ് അല്ലാഹു തആല പഠിപ്പിച്ചത്. അങ്ങനെയുള്ള നിർഭാഗ്യവാന്മാരിൽ നമ്മൾ പെടണോ? ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് ഒരുപാട് കാലം ജീവിച്ച് അവസാനം ശാശ്വതമായ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ അല്ലാഹു തആല തള്ളിക്കളയുന്ന നിർഭകന്മാരിൽ നമ്മൾ പെടണമെന്നില്ല, പെടേണ്ടതില്ല എങ്കിൽ നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങണം. കഴിഞ്ഞകാല ജീവിതം എത്ര അപകടകരമായി നമ്മൾ ജീവിച്ചാലും പശ്ചാത്തപിച്ച് മടങ്ങണം. അല്ലാഹു തആല ജനങ്ങളെ വിളിച്ച് പറയുന്നുണ്ട്, യബ്ന ആദം, ആദമിന്റെ മക്കളെ, മനുഷ്യ മക്കളെ, ഇന്നക മാ ദഅഉതനി വറജൗതനി, നീ എന്നോട് പശ്ചാത്തപിച്ച് മടങ്ങുന്ന കാലത്തോളം, എന്നിൽ നിന്ന് എന്റെ കാരുണ്യം നീ പ്രതീക്ഷിക്കുന്ന കാലത്തോളം, ഗഫർതു ലക അലാ മാ കാന മിൻക, നിന്നിൽ നിന്നുണ്ടായ എന്ത് തെറ്റാണെങ്കിലും ഞാൻ നിനക്ക് പുറത്തു തരും. അള്ളയാണ് വിളിച്ചു പറയുന്നത്, ഖുദ്സിയായ ഹദീസ്. നിനക്ക് എന്തു തെറ്റ് സംഭവിച്ചോ ജീവിതത്തിൽ ഞാൻ പുറത്തു തരും. പക്ഷെ നീ എന്നിൽ പ്രതീക്ഷ അർപ്പിക്കണം, നീ എന്നോട് ചോദിക്കണം, പശ്ചാത്തപിച്ച് മടങ്ങണം. വലാ ഉബാലി, എത്ര വലിയ തെറ്റാണെങ്കിലും ഞാൻ പരിഗണിക്കുകയില്ല, ഞാനത് പുറത്തു തരും. യബ്ന ആദം, ആദമിന്റെ പുത്ര, ലൗ ബലഗത് ദുനൂബുക അനാന സമാ, നിന്റെ പാപം ആകാശത്തോളം ഈ കാണുന്ന മാനം മുട്ടുന്ന അത്ര വരെ നീ മഹാപാപങ്ങൾ ചെയ്തവനാണെങ്കിലും, സുമ്മസ്തഗ്ഫർതനി, എന്നിട്ട് നീ എന്നോട് പടച്ചവനെ പുറത്തു തരണമേ, ഈ പരിശുദ്ധ മാസം എനിക്ക് നീ പുറത്തു തരണമേ, ഞാൻ എന്റെ ജീവിതം മാറ്റിക്കൊള്ളാം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, മാനം മുട്ടുന്ന പാപങ്ങളാണ് നീ ചെയ്തതെങ്കിലും ഗഫർതു ലക വലാ ഉബാലി, അതൊന്നും ഞാൻ പരിഗണിക്കാതെ ഞാൻ നിനക്ക് നിന്റെ പാപങ്ങൾ പുറത്തു തരും. യബ്ന ആദം, ആദമിന്റെ പുത്ര, ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ, ഈ ഭൂമി നിറയെ പാപങ്ങളുമായിട്ടാണ് നീ എന്റെ അടുക്കലേക്ക് വന്നതെങ്കിൽ, ലഅതൈതനി ലഖീതനി ലാ സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈഅ, നീ അള്ളാഹുവിനൊന്നും പങ്കു ചേർക്കാതെ, അള്ളാഹു അല്ലാതെ എന്നെ രക്ഷിക്കാൻ ആരുണ്ട്, എന്നെ പരിഗണിക്കാൻ ആരുണ്ട്, എനിക്ക് ശുപാർശ ചെയ്യാൻ ആരുണ്ട് എന്നൊന്നും നീ ചിന്തിക്കാതെ, അള്ളാഹ് മാത്രമേ എനിക്ക് രക്ഷക്കുള്ളൂ എന്ന തൗഹീദിന്റെ ആ ശക്തമായ വിശ്വാസവുമായി മടക്കബോധവുമായി നീ എന്റെ അടുക്കലേക്ക് വന്നാൽ, ലഅതൈതുക ബിഖുറാബിഹ മഗ്ഫിറ, ഭൂമി നിറയെ പാപങ്ങളുമായി വന്നാൽ അത്രയും ഭൂമി നിറയെ മഗ്ഫിറത്തുമായി ഞാൻ എന്റെ അടുക്കലേക്ക് വരാം. നീ ഒന്ന് നന്നായി കിട്ടണം എന്റെ മനുഷ്യപുത്ര എന്നാണ് അന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അത്രമാത്രം ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്നെപ്പറ്റി നിന്നോട് എന്റെ അടിമകൾ ചോദിക്കുകയാണെങ്കിൽ പറയുക, ഫഇന്നി ഖരീബ്, ഞാൻ അവന്റെ തൊട്ടടുത്തുണ്ട്. ആരെയും നിങ്ങൾ നിവേദ്യങ്ങൾ കൊടുക്കണ്ട, ആരെങ്കിലും ഇടയാളന്മാരാക്കേണ്ടതില്ല, ആർക്കെങ്കിലും കാശ് കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതില്ല എന്നാ പറയുന്നത്. ഞാനുണ്ടോ എൻ്റെ അടുത്ത്, നിങ്ങൾ ആരെടുത്തും പോണ്ട പ്രാർത്ഥിക്കാൻ. ഫഇന്നി ഖരീബ്, ഞാൻ അവന്റെ അടുക്കലുണ്ട്. ഉജീബു ദഅവത്തദ്ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാനാണ് ഉത്തരം ചെയ്യുന്നവൻ. ഞാൻ അവന്റെ തൊട്ടടുത്തുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, ജീവനാടിയേക്കാളും ഞാൻ അവന്റെ അടുത്തുണ്ട്. എന്ത് വേണം? അവൻ എന്നോട് പ്രാർത്ഥിക്കണം. ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി, അവൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പശ്ചാത്തപിക്കുകയാണെങ്കിൽ ഞാൻ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും. ഒന്ന് നീ അവൻ ശ്രദ്ധിക്കണം, ഫലസ്തജീബൂലി, ഞാൻ അവനോടും ചില കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, അതവൻ ചെയ്യണം. എന്നെ ധിക്കരിച്ചുകൊണ്ട് എന്നോട് പ്രാർത്ഥിച്ച് കൂലി കിട്ടുമെന്ന് വിചാരിക്കരുത്.
ഫലസ്തജീബൂ ലി, ഞാൻ അവനോട് കൽപ്പിച്ച കാര്യങ്ങൾ അവൻ നിർവഹിക്കട്ടെ, നോമ്പ് നോൽക്കട്ടെ, നമസ്കരിക്കട്ടെ, ജനങ്ങളുമായി നല്ല ബന്ധം പുലർത്തട്ടെ, സാമ്പത്തിക ശുദ്ധി പുലർത്തട്ടെ, മുതിർന്നവരോടും മാതാപിതാക്കളോടും കുട്ടികളോടും കാരുണ്യത്തോടും ആദരവോടും കൂടി വർത്തിക്കട്ടെ, സത്യസന്ധമായി ജീവിക്കട്ടെ. അതിനാണ് അല്ലാഹ് നമ്മളോട് പറഞ്ഞത്. ആ കാര്യത്തിൽ അവൻ എന്നോട് അനുസരണം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉജീബു ദഅവത്തദ്ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും. ഫലസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി, എന്നിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് അവൻ കേൾക്കണം. ലഅല്ലഹും യർഷുദൂൻ, സന്മാർഗത്തിലാവാനാണ് ഈ പറഞ്ഞു തരുന്നത് എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊരു അവസരമാണ്, ഇതൊരു വലിയ അവസരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. തിരുത്തുക. ഈ നാട്ടിൽ കാണുന്ന ഒരുപാട് ദുരന്തങ്ങളിൽ കൂടിയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും നെറ്റി ചുളിച്ചിട്ടല്ലാതെ പത്രം വായിക്കാനോ വാർത്തകൾ കേൾക്കാനോ സാധ്യമല്ല. അതിന് മാത്രം ദുരന്തങ്ങൾ പെരുകി വരികയാണ്. ആരോട് പറയും, ആര് നിയന്ത്രിക്കും, ആര് കൈപ്പിടിക്കും എന്നറിയാതെ. ഈ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, നമ്മളെങ്കിലും രക്ഷപ്പെടാൻ പ്രാർത്ഥിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നല്ലാത്ത മറ്റൊരു വഴിയില്ല എന്ന് മനസ്സിലാക്കി പ്രാർത്ഥിച്ച് മടങ്ങുക. ഈ നോമ്പുകാലത്തെ ധന്യമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന ലില്ലാഹി തബാറക വ തആല ഉതഖാഅ ഫീ കുല്ലി യൗമിൻ വ ലൈല. അല്ലാഹുവിനെ ഈ റമദാനിലെ ഓരോ പകലിലും രാത്രിയിലും ഒരുപാട് ആളുകളെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നബി പഠിപ്പിച്ചു. എന്താണ് ഇതിന്റെ അർത്ഥം? ഈ റമദാനിന്റെ മഹത്വം മനസ്സിലാക്കി, ഈ റമദാനിൽ തിന്മകളിൽ നിന്ന് മോചിച്ച് പാപമോചനത്തോടുകൂടി ജീവിതത്തിൽ തിരുത്തണം, പുതിയ വഴി തേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു മനസ്സ് വെച്ച ആളുകളെ അല്ലാഹു തആല ഉതഖാഅ മിനന്നാർ, നരകത്തിൽ കടക്കുന്ന എത്ര വലിയ മഹാപാപം ചെയ്തവരാണെങ്കിലും നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകാൻ റമദാനിലെ രാത്രിയിലും പകലിലും അല്ലാഹു തആല കുറെ ആളുകളെ നിശ്ചയിച്ചിരിക്കുന്നു. ആ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടണം. എന്നെ ഇന്ന് പകല് അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗപ്രവേശനം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഈ പകൽ, ഈ നോമ്പിന്റെ ഇന്നത്തെ പകൽ എന്നെ കൂടി അല്ലാഹു ഉൾപ്പെടുത്തണം. അതുകൊണ്ട് ഞാൻ മാറണം. ഈ രാത്രി എന്നെ കൂടി അല്ലാഹു തആല ഉൾപ്പെടുത്തണം. വഇന്ന ലികുല്ലി മുസ്ലിമിൻ ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ മിൻ റമളാൻ ദഅവത്തുൻ മുസ്തജാബ. റമളാനിലെ ഓരോ പകലിലും രാത്രിയിലും ഓരോ മുസ്ലിമായ മനുഷ്യനും അല്ലാഹു ഉത്തരം നൽകുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നിങ്ങൾ നിർവഹിക്കണം. അതെന്താ പ്രാർത്ഥന? പടച്ചവനെ രക്ഷപ്പെടുത്തണം, പശ്ചാത്തപിച്ച് പുറത്തു തരണം. ആ ഒരു പശ്ചാത്താപ മനസ്സോടുകൂടി നമ്മൾ നോമ്പ് കാലത്തെ കാണുക. ആരെങ്കിലും നോമ്പ് നോറ്റിട്ട് മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തഅമഹു വശറാബഹു. ചീത്ത വർത്തമാനങ്ങളും അനാവശ്യമായ സമയം കളയാൻ വേണ്ടിയുള്ള രീതികളും അതുപോലെ തന്നെ തോന്നിവാസമുള്ള പ്രവർത്തനങ്ങളും അതൊന്നും ആരും ഉപേക്ഷിക്കുന്നില്ല. നോമ്പായതുകൊണ്ട് പ്രത്യേകമായ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നില്ലെങ്കിൽ അവനോട് നബി പറയുകയാണ്, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തഅമഹു വശറാബഹു. പിന്നെ അവന് ചോറ് തിന്നാതിരുന്നിട്ട്, ഭക്ഷണം കഴിക്കാതിരുന്നിട്ട്, വെള്ളം കുടിക്കാതിരുന്നിട്ട് അള്ളാഹ്ക്കൊരാവശ്യവുമില്ല. അള്ളാഹ് ആവശ്യപ്പെടുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ, വെള്ളം കുടിക്കാതിരിക്കുകയാണെങ്കിൽ, നോമ്പ് നോൽക്കുകയാണെങ്കിൽ അത് വയറ് മാത്രമല്ല
കണ്ണും കാതും മനസ്സും എല്ലാം അള്ളാഹുവിന് നോമ്പ് നോറ്റവരായി നന്മയിൽ ഉപയോഗപ്പെടുത്തണം. നന്മയിൽ ഉപയോഗപ്പെടുത്താതെ നമ്മൾ വയറ് കാലിയായി കൊണ്ട് നോമ്പ് നോൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ശുദ്ധരായിക്കൊണ്ട് നോമ്പ് നോറ്റ് ഈ നോമ്പ് കാലത്ത് അള്ളാഹുവിൻ്റെ പ്രീതി ലഭിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ നമ്മൾക്ക് തയ്യാറാകുക സഹോദരങ്ങളെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കഷ്ടപ്പെടുന്ന ആളുകളും പ്രയാസം അനുഭവിക്കുന്ന ആളുകളുമായി, രോഗികളും ആശുപത്രികളിലും വീടുകളിലുമായി കഴിഞ്ഞുകൂടുന്ന ആളുകൾ, അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഒറ്റക്കും കൂട്ടായും പ്രാർത്ഥിക്കുക. അള്ളാഹു എല്ലാവരുടെയും രോഗങ്ങളും പ്രയാസങ്ങളും ശിഫയാക്കി തരുമാറാവട്ടെ. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ അടക്കം, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവരൊക്കെ ഖബറിലാണ്. അവർക്കൊക്കെ നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. നമ്മൾ മരിച്ചുപോയാൽ നമ്മൾക്കും ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥന ആവശ്യമാണ്. അതുകൊണ്ട് മരിച്ചുപോയവർക്കും നമ്മുടെ പ്രാർത്ഥന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു അവരെയെല്ലാം പരലോകത്ത് ഖബർ ജീവിതം നന്നാക്കി തീർക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരം പാഴാക്കാതിരിക്കാൻ ശ്രമിക്കുക. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ എല്ലാ ദിവസവും നമ്മൾ ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട്. എല്ലാ തറാവീഹിനും അതല്ലാത്ത സമയങ്ങളിലും ദാനധർമ്മം ചെയ്യാറുണ്ട്. ഈ ഒരു റമദാനിലെ 4 ആഴ്ചകൾ നമ്മുടെ ഈ ഒരു സ്ഥാപനം നിലനിർത്താൻ വേണ്ടി നിങ്ങളോട് സംഭാവന ചോദിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം മുന്നോട്ട് പോകാൻ പ്രയാസപ്പെടുന്ന വിധത്തിലുള്ള ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്. വേറൊന്നുമല്ല, ഈ തരത്തിലുള്ള റണ്ണിങ് ബാധ്യത തന്നെയാണ്. അതുകൊണ്ട് പണ്ടത്തെ പോലെ ചെറിയ ശമ്പളമൊന്നും കൊടുത്തിട്ട് ആരെയും ഇപ്പം കിട്ടാനില്ല. അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എല്ലാവർക്കും. അതിനാൽ നിങ്ങൾ ഒന്നുകിൽ ഈ ഒരു റമദാനിൽ ഈ പള്ളിയുടെ നടത്തിപ്പിലേക്ക് ആരെയുടെയെങ്കിലും കയ്യിൽ നിങ്ങളുടെ സംഭാവന നിങ്ങൾ ഏൽപ്പിക്കുക. അതിൻ്റെ രസീതി എവിടുന്ന് കിട്ടുന്നതാണ്. അത് സ്വകാര്യമായിട്ടോ പരസ്യമായിട്ടോ എങ്ങനെ ഏൽപ്പിച്ചാലും വേണ്ടില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ആ പെട്ടിയിലോ അല്ലെങ്കിൽ ബക്കറ്റിലോ ഇടുക. ബക്കറ്റിലിട്ടാൽ അത് കുറച്ചിടാൻ മതിയല്ലോ എന്ന് വിചാരിക്കരുത്. ഈ 4 ആഴ്ച കൊണ്ട് നിങ്ങൾ വിചാരിച്ച ഒരു നല്ലൊരു തുക ഇതിനു വേണ്ടി സംഭാവന ചെയ്യണം. നിങ്ങളോടൊപ്പം നിങ്ങളുടെ വീട്ടിൽ വന്ന് ചോദിക്കാനും പിരിച്ചെടുക്കാനുമുള്ള പ്രയാസങ്ങൾ ഇതിന്റെ ഭാരവാഹികൾക്കുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊക്കെ ജോലി തിരക്കുകളും റമദാനിലും ഒക്കെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പൊതു ആഹ്വാനം നൽകുന്നത്. അതുപോലെ സാധുക്കളായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവർക്കൊക്കെ വേണം നമ്മുടെ സഹായം. അല്ലാഹു തആല എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ പരിശുദ്ധ റമദാനിനെ എല്ലാ അർത്ഥത്തിലും പ്രയോജനപ്പെടുത്താൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ലൊരു ജീവിതം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും സമൂഹത്തിനും എല്ലാം അല്ലാഹു തആല നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر للمؤمنين والمؤمنات والمسلمين والمسلمات برحمتك يا أرحم الراحمين.